ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ റീത്തുമായിട്ട് വിവേകും അതുപോലെ തന്നെ ശിവതയൊക്കെ വരിക കേട്ടോ ചെയ്യുന്നത്. ഇവർ വരുന്നത് കാണുന്ന വിക്രമിൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അമ്പനാണ് വിക്രമിനെ ഒന്ന് വേഗം വിളിക്കുക, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അയാൾക്കൊരു സമ്മാനം കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ വിക്രം സാറിനെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് വിക്രമൻ സാറിനെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് പറ്റില്ല, എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ അയാൾ ഒരു അപ്പോയിൻമെൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ അയാളുടെ വീടിൻ്റെ മുന്നിൽ ഞാൻ വരുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വിളിക്കുകയും വിക്രമിനെ വിളിക്കാൻ മടിയാണെങ്കിൽ ആ ഒരു വാല് പോലെ നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഹരിത, അവളെ വിളിച്ചാലും മതി, അവളോട് ഞങ്ങൾ 4 സംസാരിക്കുമ്പോൾ താനേ വിക്രമൻ ഇറങ്ങി വന്നോളും എന്നും പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്, ഞങ്ങൾക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ട് ശേഷമേ ഞങ്ങൾ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും, ആകെ പ്രശ്നമാവും, പെട്ടെന്ന് വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നും പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ആ PA വേഗം പോയിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കയ്യിലൊരു സമ്മാനം വിക്രമൻ സാറിന് തരാനാണെന്ന് പറയുന്നു, കൂടെ ശിവമോളും ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ വിക്രമിന് മനസ്സിലാവുക ചെയ്യുന്നത്. സമ്മാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, മോൾക്കോ എനിക്കും മനസ്സിലായി അങ്കിൾ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവരെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ. എന്തായാലും ഇത് നമ്മളുടെ ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്, ഇത് അവർ പറയുന്നത് നമുക്ക് കേട്ട് തന്നെ പറ്റുള്ളൂ, പെട്ടെന്ന് തന്നെ മുന്നോട്ട് ചെല്ലാമെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ വിവേക്, അവനും വന്നിട്ടുണ്ടോ, എന്നാൽ അവനോട് എനിക്ക് 2 സംസാരിക്കണം, ഞാൻ വരുന്നു അച്ഛൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ഇങ്ങോട്ട് വാ, നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറയുമ്പോഴത്തേനും ഷർമിളയാണെങ്കിലോ രാഹുലിനെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. മോനെ നീ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, വിവേകും അതുപോലെ അവൻ്റെ അമ്മയൊന്നും നിന്നെ കാണണ്ട, കാരണം അഞ്ജുവിൻ്റെ കാമുകൻ നീയാണെന്നുള്ളത് അവർക്ക് നല്ല സംശയമുണ്ട്, അവർ കണ്ടിട്ടുണ്ട് നിന്നെ, അങ്ങനെ കൂടുതൽ പ്രശ്നമാവും, അതിനേക്കാളും നല്ലത് നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണെന്നും പറയുന്നു കേട്ടോ. ആ സമയത്ത് രാഹുലിന് അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് ഇരിക്കുക കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ വിക്രമൻ ഇറങ്ങി വരുന്നുണ്ട്. എന്താ നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചു, എനിക്ക് തരാനുള്ള സമ്മാനം ഇങ്ങ് തന്നേക്ക് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിനക്ക് ഞങ്ങൾ തരാൻ വെച്ച സമ്മാനം തന്നിട്ട് തന്നെ പോവുകയുള്ളൂ, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞങ്ങളൊരു ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു റീത്ത് കൊണ്ടുവച്ചു അല്ലേ, ആ റീത്ത് തന്നെ പറഞ്ഞില്ലേ വൈകുന്നേരത്തിന് മുന്നേ നിൻ്റെ നെഞ്ചത്ത് ഞങ്ങൾ വെക്കും എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങളല്ല വെക്കുന്നത്, പണ്ട് ശ്രീകൃഷ്ണൻ്റെ കഥയിൽ കംസനെ റീത്ത് വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനാണ്, അതുപോലെ തന്നെ അഭിനവ് ശ്രീകൃഷ്ണനാണ് ശിവത തന്നെ തൻ്റെ മേത്ത് റീത്ത് വെക്കാൻ വേണ്ടി കൊണ്ടുവരും, ശിവമോൾക്കാണ് ഞങ്ങൾ അതിൻ്റെ അവസരം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ എന്താ മോളെ നീ എൻ്റെ മേത്ത് റീത്ത് വെക്കോ, വന്നോ വെച്ചോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് ഹരിത അങ്ങോട്ട് വരുന്നുണ്ട്. ഹരിത വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും, അതിൻ്റെ അങ്കിളുടെ ദേഹത്ത് ഒരു റീത്ത് വെക്കാനും ഞാൻ സമ്മതിക്കില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത്. മാറി നിൽക്കടി അങ്ങോട്ട്, നീ എന്ത് വർത്താനാണ് പറയുന്നത്, നീ നിൻ്റെ അങ്കിളും വന്നിട്ട് ഞങ്ങളുടെ ഒരു നല്ലൊരു പരിപാടിയുടെ മേലെ റീത്ത് വെച്ചിട്ട് പോയല്ലോ, ഇത് ശിവമോൾക്കുള്ളൊരു അവസരമാണ്, നീ മര്യാദയ്ക്ക് മാറി നിൽക്കായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുന്നു. എന്തായാലും ഒരു സ്റ്റെപ്പ് പോലും ശിവ മുന്നോട്ട് വെക്കില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, നിങ്ങളുടെ ദേഹത്ത് ഞാൻ റീത്ത് വെക്കുന്നില്ല, കാരണം അത് ജനങ്ങൾ വെച്ചോളും, സത്യത്തിനും നീതിയും അവർക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് തന്നെ റീത്ത് വെക്കാൻ പറ്റിയ ഒരാളെ ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവളുടെ ദേഹത്ത് ജീവിതം ഇനി ഒരുപാട് മുന്നോട്ടുണ്ട് നിനക്ക്, ഞാൻ നിന്നെപ്പോലെ ഒരു വിഡ്ഢിയൊന്നും അല്ല, പക്ഷേ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെവണക്കാറ്റി നോക്കി ഒന്നര കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നല്ല വേദനയോട് നീ എന്നെ തല്ലിയല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ തല്ലും, നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അപ്പത്തിന് വസുധര പറയുന്നുണ്ട്, ഇവൾക്ക് ഈ കിട്ടിയതൊന്നും പോരാ, പിന്നെ ശിവമോളുടെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ സമ്മാനം കിട്ടുമെങ്കിൽ നിനക്ക് ഇനി കിട്ടിക്കൊണ്ടേയിരിക്കും, അതിനുള്ള അവസരം നീ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പക്ഷെ നീ നന്നാവാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ, അല്ല മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ശിവയോട്. അതിനുശേഷം തന്നെ റീത്ത് വെക്കാൻ പറ്റിയൊരാളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷാർമിളയുടെ അടുത്ത് പോകുന്നു കേട്ടോ. എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുമ്പോഴത്തേനും അന്നേ ഞങ്ങൾ നിങ്ങളെ മറന്നു കഴിഞ്ഞു, നിങ്ങൾ മരിച്ച കണക്കിലാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഈ റീത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു കേട്ടോ. ഒരു പക്ഷേ ശിവയ്ക്ക് എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അമ്മയാണെന്ന് ശിവയ്ക്ക് അറിയില്ല, ശിവയ്ക്ക് പണ്ട് മുതലേ അമ്മയോടുള്ള വൈരാഗ്യം കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് കേട്ടോ. അതിനുശേഷം തന്നെ അമ്പനാട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. ഷാർമിളയ്ക്ക് ഒന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ വിക്രമിന് സഹിക്കില്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് സഹിച്ചു,
പക്ഷേ ഇവളെ കണ്ണീരാഴ്ത്തിയ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് വിക്രമൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവർക്ക് കൊടുത്ത സമ്മാനമാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്നെ തല്ലിയതും ഇവർക്ക് കൊടുത്ത സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരുമെന്ന രീതിയിൽ തന്നെ ഹരിത പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. പിന്നെ വസുധരയും പറയുന്നുണ്ട്, ഇനി മേലാൽ അമ്പനാട് വിക്രമിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുകയുള്ളൂ. ഇനി ഞങ്ങളുടെ വഴിയിൽ തിരയാൻ വരരുത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തലും വാങ്ങലും ഒക്കെ കഴിഞ്ഞു. റീത്ത് ഞങ്ങൾക്ക് തന്നപ്പോൾ നേരെ തിരിച്ചു തന്നെ അത് നിങ്ങൾക്ക് തന്നെ തന്നു. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയുമ്പോൾ ഹരിത പറയുന്നുണ്ട്, എൻ്റെ അങ്കിളിനുണ്ടായ അപമാനോ അതിനോ അത് നിൻ്റെ അങ്കിൾ മാന്യമായി ഉണ്ടാക്കി വെച്ചതാണ്. അതൊരിക്കലും തീരാനായിട്ട് പോകുന്നില്ല. അത് കൂടിക്കൂടി വരും. അത് ജനങ്ങളാണ് ഇയാൾക്ക് മറുപടി കൊടുക്കേണ്ടത്. ശിവമോളെ നമുക്ക് പോകാം, പെട്ടെന്ന് തന്നെ പോകാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്പനാട് വിക്രമിൻ്റെ ശവകുടീരത്തിൽ ആണി അടയ്ക്കണം, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ ഹരിത വന്നതിന് ശേഷം തന്നെ കണ്ടില്ലേ മമ്മിയുടെ മോൾക്ക് മമ്മിക്കൊരു സമ്മാനം തന്നില്ലേ, ഇപ്പം മനസ്സിലായോ? മകളെക്കുറിച്ച് ഒരുപാട് വാഴ്ത്തി നിന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് സംഭവിച്ചു? അങ്ങനെ തന്നെ വേണമെന്ന് പറയാട്ടോ ചെയ്യുന്ന ഹരിത മോളെ, അവളൊന്നും പറയണ്ട. പിന്നെ നീ എന്തിനാണ് ഈ റീത്തും പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്ത് കളയാത് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നു കേട്ടോ. അനീഷ അകത്തേക്ക് ചെല്ലുന്ന രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മകനാണെന്നല്ലേ പറയുന്നത്? നീ എൻ്റെ മകൻ തന്നെയാണോടാ? നീ എൻ്റെ പുറകെ വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും എന്ന് പറയുന്നു. ആ സമയത്ത് ഹരിതയും പറയുന്നുണ്ട്, നീ എന്ത് പണിയാടാ കാണിച്ചേ? ഒരു സ്ത്രീയെ തല്ലെന്ന് കണ്ടിട്ട് നീ ഒരു ആണാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും രാഹുലിന് ദേഷ്യം വരുന്നുണ്ട്, ഇടി മര്യാദയ്ക്ക് നിന്നോ, ഞാൻ ആണാണെന്ന് എനിക്ക് എത്ര സംശയം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചൂണ്ടവരൽ ചൂടുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ശാർമിള പറയുന്നുണ്ട്, നിനക്ക് ഇവൻ ആണാണെന്ന് തോന്നില്ലെങ്കിൽ നീ എന്തിനാ ഇവനെ വിവാഹം കഴിക്കാനായിട്ട് പുറകെ നടക്കുന്നത്? ഇവൻ ഇനി ഏത് ജെൻഡറാണെങ്കിലും ഞാൻ ഇവനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആണത്തെ നിനക്ക് കാണോടി എന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ശാർമിള പറയുന്നുണ്ട്, വേണ്ടടാ ഒന്നും പറയണ്ട, ഇവർക്കൊക്കെ ഞാൻ ഒരാണാണെന്നുള്ളൊരു സംശയമാണ്, അതിൻ്റെ പേരിലാണ് ഇവരൊക്കെ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും നല്ല ദേഷ്യമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ മോനെ ഞാൻ നിന്നോട് ക്ഷമിക്കടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, നീ എൻ്റെ മകൻ തന്നെയാണോ എന്ന രീതിയിലൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായത്, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നു കേട്ടോ. വിക്രമനാണ് എന്തായാലും രാഹുലാണെങ്കിൽ നല്ല പോലെ ഹരിതയ്ക്ക് നല്ല പോലെ കൊടുക്കുന്നുണ്ട്. ഹരിത നല്ലോണം ഒന്ന് പേടിക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് കേട്ടോ.